ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കർക്കിടക മാസത്തിലും മാത്രമല്ല അല്ലാത്ത സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറുത്ത എള്ളാണ്. അപ്പോൾ എള്ളിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ 2 കപ്പാണ് എള്ളെടുത്തിട്ടുള്ളത്. ഞാനത് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയെടുത്തിട്ടുള്ള എള്ളാണ്. ഇനി ഇതെടുത്തിട്ടുള്ളത് ഇവിടെ കപ്പലണ്ടിയാണ്. അതും ഞാനൊരു 2 കപ്പ് അളവിലെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അരിയാണ് എടുത്തിട്ടുള്ളത്. അരി നമ്മൾ ഏത് അരി വേണമെങ്കിലും എടുക്കാം. നമുക്ക് ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി ഞാനൊരു 3/4 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ എള്ളാണ് ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം എള്ള് ചൂടാക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ എള്ള് ഞാനിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി നമുക്കൊന്ന് വറുത്തെടുക്കണം. അതൊന്ന് പൊട്ടുന്നത് വരെ, ആ ഒരു പാകമാവുന്നത് വരെ അരി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അരി ഞാനിവിടെ വറുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അതും ഒന്ന് വറുത്തെടുക്കണുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കപ്പലണ്ടി വറുത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇതാ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ എള്ളാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതാ എള്ളിവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതാ മിക്സിയുടെ ജാറിലോട്ട് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചെടുക്കണ ആ അരി ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ അരി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കപ്പലണ്ടി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തിലിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടി എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാം കൂടിയിട്ട് പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഇത് കുറേ മാസങ്ങളോളം തന്നെ കേടാവാതിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം അതിൽ നിന്ന് പൊടിയെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടോ, അതല്ല ഇതിങ്ങനെ പൊടിയായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ദിവസം 2 സ്പൂണൊക്കെ വെച്ചിട്ട് അങ്ങനെയും നമുക്ക് കഴിക്കാം. മധുരമൊക്കെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൽ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചാൽ മതി. അപ്പം ഞാനിതാ ഇതൊരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് ഞാൻ ഈ ഒരു സമയത്ത് ഉണ്ടാക്കണില്ല, ഇതിൽ നിന്ന് കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് നാൾ കേടാവാണ്ട് ഇരിക്കും. അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പൊടികളും മുഴുവനായിട്ട് ഒരു ബോട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ആവശ്യത്തിന് ഞാൻ അതിൽ നിന്നും കുറച്ച് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ബാക്കി ഞാൻ ഇതുപോലെ ബോട്ടിലിൽ പൊടിയായിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ എടുത്തിട്ടുള്ള കുറച്ച് പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള അത്രയും തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതാ ഞാനിതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ശർക്കര നമുക്ക് ശർക്കര പാനി ആക്കിയിട്ടാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊടിച്ചിട്ടാണ് ചേർക്കണത്. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ശർക്കര ഞാനിതുപോലെ ഇടിക്കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരു 2-3 ദിവസം വരെയൊക്കെ ഇത് കേടാവാതെ തന്നെ ഇരിക്കും. അപ്പം ഞാനിതാ ശർക്കര ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ശർക്കര ചെറിയ ചെറിയ കട്ടകളൊക്കെ അതിലുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് അതൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതെല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ശർക്കരയും തേങ്ങയും ഒക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്നത് വരെ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ ഒരു തേങ്ങയുടെ ഒരു നനവും അതുപോലെ തന്നെ ശർക്കരയുടെ നനവും എല്ലാം കൂടെ നമുക്ക് അതൊരു വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഉണ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഈ ഒരു പൊടി ഇതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഉണ്ട കറക്റ്റ് ഷേപ്പൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഷേപ്പിലൊന്നും അല്ലല്ലോ കാര്യം, അതിൻ്റെ ഗുണത്തിലും ടേസ്റ്റിലൊക്കെ അല്ലേ കാര്യമുള്ളത്. അപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഞാനിത് അവിടെ അത് മുഴുവനായിട്ട് ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.